Hi dear friends, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പത്തിരിയുടെയും ഇടിയപ്പത്തിന്റെയും അപ്പത്തിന്റെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മധുരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. മധുരക്കറി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരു മുഷിപ്പ് ഉണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മധുരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്, അപ്പോൾ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു 2 പച്ചമുളക് നെടുകെ കീറിയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നേന്ത്രപ്പഴം നന്നായിട്ട് പാകമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ അത്രയും നല്ലതാണ്. പഴം ഇവിടെ നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു 3 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും. മാത്രമല്ല പഴം നന്നായിട്ട് വെന്തും കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം 2ാം പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിന്ന് ടേസ്റ്റ് നോക്കി, അപ്പോൾ കുറച്ച് മധുരം കുറവായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങളും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഷുഗർ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി. അപ്പോൾ നമ്മുടെ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നല്ല കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെയും പത്തിരിയുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.